ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വിതരണക്കാരുടെ നീക്കം. ഉപകരണ വിതരണക്കാർ ആശുപത്രികളിലെത്തി. തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പ്രതിസന്ധിയുള്ളത്. MG പ്രതീഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, എന്തുകൊണ്ടാണ് ഈ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത്? GK നേരത്തെ തന്നെ മരുന്ന് വിതരണ കമ്പനിക്കാർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയതാണ്. കോടിക്കണക്കിന് രൂപയാണ് ഈ വിതരണ കമ്പനിക്കാർക്ക് സർക്കാർ കൊടുക്കാനുള്ളത്. പലതവണ ഈ സർക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഇവർക്ക് നൽകാനുള്ള പണം നൽകിയിരുന്നില്ല. അതിന് പിന്നാലെയാണ് കടുത്ത നിലപാടിലേക്ക് വിതരണ കമ്പനിക്കാർ പോയിട്ടുള്ളത്. ഇന്ന് വിവിധ മെഡിക്കൽ കോളേജുകളിൽ, പ്രധാനമായും തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നേരത്തെ നൽകിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനാണ് വിതരണ കമ്പനികളുടെ തീരുമാനം. പക്ഷേ അതിനെ തടയാനായി അവസാനവട്ട ചർച്ചയിലാണ് ഇപ്പോൾ സർക്കാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടുമായി വിതരണ കമ്പനി പ്രതിനിധികൾ നിലവിൽ ചർച്ച നടത്തുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനാണ് ഈ കമ്പനി അധികൃതർ ഈ മെഡിക്കൽ കോളേജിൽ എത്തിയത്. ഈ ഒരു സമവായം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ സെപ്റ്റംബർ മാസം മുതൽ തന്നെ നിലവിൽ ഈ പുതിയ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഈ കമ്പനിക്കാർ വിതരണം ചെയ്യുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്കുകളുടെ പണം പോലും നൽകാനുണ്ട് എന്നത് കമ്പനിക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചെടുത്തേ മതിയാകൂ എന്നുള്ള നിലപാടിൽ കമ്പനിക്കാർ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും സൂപ്രണ്ടുമായുള്ള ചർച്ച നിർണായകമാണ്. ആ ചർച്ചയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കുകയെന്ന് നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.